മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം നവതി ആഘോഷത്തിൻ്റെ ഭാഗമായാണ് ആദ്യ വകുപ്പ് മേധാവി എസ്.കെ. നായരുടെ ജന്മശതാബ്ദിയും ആഘോഷിച്ചത്. സർവകലാശാലയിൽ നിന്ന് മലയാളത്തിലെ ആദ്യ ഡോക്ടറേറ്റ് നേടിയ എസ്.കെ. നായരുമായും കുടുംബവുമായുള്ള ബന്ധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യേശുദാസ് പ്രഭാഷണം തുടങ്ങിയത്. ആദ്യകാലത്ത് സാഹിത്യകാരന്മാരും കലാകാരന്മാരുമൊന്നും പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നില്ല ചെയ്തിരുന്നത്. അച്ഛൻ്റെ ഉപദേശമാണ് തന്നെ കോളേജ് വിദ്യാഭ്യാസം നേടാതെയും സർവകലാശാലയിലെ പരിപാടിയിൽ എത്തിച്ചതെന്നും യേശുദാസ് പറഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, വിദ്വാൻ കോഴ്സിന് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് അത് പൂർത്തിയാക്കാനൊക്കാതെ കുടുംബത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ചു കുടുംബത്തിലേക്ക് പോയിട്ട് എനിക്ക് അത് അതിയായ അനുഭൂതിയാണെന്നിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ വിദ്വാനല്ല, വിദ്യാർത്ഥിയാണെന്നും. സിനിമാ മോഹവുമായി മദുരാശിയിലെത്തിയപ്പോൾ ആദ്യമായി പാടാൻ ലഭിച്ച അവസരത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിച്ചു. കാണുമ്പോൾ ഞാൻ ഒരു കാജി ചുമ്പ് കയ്യു പിടിച്ചാലോ ഇതാണ് ആദ്യം എൻ്റെ പാടാൻ. എനിക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. കിട്ടിയത് കിട്ടിയത് എങ്ങനെയെങ്കിലും ഭക്ഷിച്ച് എന്തെങ്കിലും ഒരു പാട്ടായിക്കളെ പാട്ടിന്ന് ആക്കാലോ എന്നുള്ളത് മാത്രമല്ലാതെ ഇത് നല്ലതാണോ ചീത്തയാണോ, ഇതിൻ്റെ ഭാവം എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതൊന്നും ചിന്തിക്കാനുള്ള പ്രായവുമില്ല, അനുഭവവുമില്ല. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ എസ്. കരുണാനിധിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം, വി.പി. ധനഞ്ജയൻ, എസ്.കെ. നായരുടെ മകൻ സി.കെ. മണി എന്നിവരും പ്രസംഗിച്ചു. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.